ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് നാൾ ഏകദേശം ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ മേലെ ആയിക്കാണ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു വ്ളോഗായിട്ട് വന്നിട്ട്. അപ്പം പ്രത്യേകിച്ച് എന്താ ഇടുക, പിന്നെ അതിനോടുള്ള മടിയും ഒക്കെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പം ഇന്നൊരു വീഡിയോ എടുക്കാം. ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളുമൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്രയും ദിവസത്തെ നമ്മുടെ ഒരു ചെറിയ ഫാമിലി. അപ്പം നമ്മൾ നേരത്തെ എന്ന് പറയുമ്പം സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ വീഡിയോയും ഇല്ല, ഒന്നുമില്ല. അപ്പം എല്ലാവരും ഇടയ്ക്കൊക്കെ കമൻറ്റിലൊക്കെ ചോദിക്കാറുണ്ട്, ആ കുട്ടി എന്തിയെ, അച്ചാച്ചൻ എന്തിയെ, എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ. ഒത്തിരി പേരല്ല, വല്ലപ്പോഴും ചിലരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാലൊരു വീഡിയോ ചെയ്യാം. എന്താ പറയുക, നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും, നമ്മുടെ ഫോളോവേഴ്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ സ്കൂളൊക്കെ തുറന്നു, കുഞ്ഞുമക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു തിരക്കും ബഹളമൊക്കെ ആയിരിക്കും. വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പറയുന്നത് എത്ര പെട്ടെന്നാണ് 2 മാസം കടന്നു പോയതെന്നല്ലേ. അപ്പം കുഞ്ഞു പിള്ളേർ, സ്കൂളിൽ പോകുന്ന പിള്ളേരുള്ളവരെ സംബന്ധിച്ച് ഇച്ചിരി പ്രശ്നമായിരുന്നു എനിക്ക്, പിള്ളേരുടെ അടിയിടി ബഹളമൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയൊക്കെ അതും കഴിഞ്ഞു, വെക്കേഷൻ കഴിഞ്ഞു, എല്ലാവരും സ്കൂളിലോട്ടൊക്കെ പോയി. 2 ദിവസം കഴിയുമ്പോൾ ഔട്ടിനെയൊക്കെ വിടണം. അപ്പം നമുക്കൊരു സന്തോഷ വാർത്ത പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ 1 മില്യൺ ഫോളോവേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ. 1 മില്യൺ എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പറല്ല. അപ്പം അത് ഭയങ്കര സന്തോഷം. അതിങ്ങനെ കാണുമ്പം എത്രമാത്രം സന്തോഷമുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അല്ല നമ്മുടെ ഇത്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നു, ഒരു കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്നാലും ഈ ഒരു ഇതിൽ എനിക്കെന്താ പറയുക, ആ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. മില്യണായി, ഫോളോവേഴ്സായി, അത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും പരിശ്രമവും എല്ലാം ഇതിന് പിന്നിലുണ്ട്. ഒപ്പം നിങ്ങളെ അകമഴിഞ്ഞ സപ്പോർട്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ അത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു അതിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പോൾ അത് ഒരുപാട് നന്ദി എല്ലാവരോടും. ഇപ്പോൾ ഈ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകളും ഒത്തിരി പേരും നമ്മുടെ ഫേസ്ബുക്കിലും കാണുന്നുണ്ടാവും. അപ്പം അവരോടൊക്കെ ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ മെയിനായിട്ടും ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അത് നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ നിങ്ങളോട് പറയണമല്ലോ. അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്കും ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു കുറച്ച് ദിവസങ്ങൾ, കുറച്ച് ആഴ്ചകളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലുകളിൽ തന്നെയായിരുന്നു നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടായിയൊക്കെയും അവരും ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അവരും ഈ വീഡിയോയിലും ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഞാനും അത് തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് നെഗറ്റീവ് കമൻറ്റ് വരും, അല്ലെങ്കിൽ കാണുന്നവർക്കായാലും ഒരു രസം ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു. യൂറിൻ ഇൻഫെക്ഷൻ വീണ്ടും വന്നതുമായിട്ട് എനിക്കൊരു ഫീൽ ചെയ്തു. പിന്നെ കാലുവേദന, അസഹനീയമായ കാലുവേദന. അപ്പം ഞാൻ പോയി നോക്കിയപ്പം യൂറിൻ ടെസ്റ്റ് നോക്കിയപ്പോൾ അതിനകത്ത് വലിയ ഇൻഫെക്ഷൻ കാര്യങ്ങളില്ല. അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞു കൾച്ചർ ചെയ്യണമെന്ന് പറഞ്ഞു. കൾച്ചർ ചെയ്ത് 3 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ടുമായിട്ട് വന്നപ്പം പുള്ളി പറഞ്ഞു ഭയങ്കര സീരിയസ് ആണ്, അഡ്മിറ്റ് ആയേ പറ്റത്തുള്ളൂ. ഞാൻ ആരും കളിയാക്കി മോശമാക്കി പറയല്ല കേട്ടോ. ഡോക്ടർ പറഞ്ഞു ഭയങ്കര സീരിയസ് ആണ്, അഡ്മിറ്റ് ആയേ പറ്റത്തുള്ളൂ, ടാബ്ലറ്റ് കഴിച്ചിട്ട് കാര്യമില്ല, IV ആൻറ്റിബയോട്ടിക് എടുക്കണം, കിടന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് അച്ഛൻ ഞാൻ തന്നെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് കിടന്നൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഓർത്തു സെക്കൻഡ് ഒപ്പീനിയനും കൂടി നോക്കാം, വേറെ ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ഞാൻ ഈ റിപ്പോർട്ടും കൊണ്ടാണ് ചെല്ലുന്നത്. റിപ്പോർട്ട് കൊണ്ട് ചെന്നപ്പോഴത്തേക്കും വളരെ മോശമായ രീതിയിലായിരുന്നു കേട്ടോ ഡോക്ടറുടെ ഒരു പെരുമാറ്റം എന്ന് പറയണത്. ഇതൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ആ ഫോൺ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് വെച്ച് പറഞ്ഞു, ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ എനിക്ക് സ്പൈനൽ ലൈനിൻ്റെ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ പറഞ്ഞു. അതിന് നമ്മുടെ ആ ഒരു സിറ്റുവേഷനെ ഒരു തരത്തിലുള്ള വിലയും കൊടുക്കാതെ അതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞു. അപ്പോൾ ഒരിടത്തുനിന്ന് പറഞ്ഞു ഭയങ്കര സീരിയസ് ആണെന്ന്, ഒരിടത്തുനിന്ന് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിട്ടു. അപ്പോൾ ഞാൻ വീണ്ടും 3ാമത് ഒരിടത്തും കൂടെ പോയി. അപ്പോൾ പുള്ളി പറഞ്ഞു ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആൻറ്റിബയോട്ടിക് തന്നു. ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ 2 ആൻറ്റിബയോട്ടിക് രാവിലെയും വൈകിട്ടുമായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ച് എനിക്ക് നേരെ പോലും നിൽക്കാനുള്ള ശേഷിയില്ലായിരുന്നു. ഞാൻ ചത്തുപോകുന്നൊക്കെ ഞാൻ വിചാരിച്ചു, കാരണം അമ്മാരി ഡോസ് കൂടിയാണ്. അപ്പോൾ എന്തായാലും വേദനയുണ്ടോയെന്ന് വെച്ചാൽ സ്റ്റിൽ വേദനയുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് അവസ്ഥകളിൽ കൂടിയൊക്കെയാണ് നമ്മൾ കടന്നത്. ഇപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. നമ്മളോടുള്ള ഒരു പെരുമാറ്റം, ഒരു രോഗിയോട് അവർ എന്തവസ്ഥയിലായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുന്നത് അല്ലേ. നമ്മൾ ഹെൽത്തി ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ പോയില്ല.
അപ്പം നമ്മളോട് മാന്യമായിട്ട് പെരുമാറാനുള്ള ഒരു ഇത് അവിടെ ഉള്ളവർ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും മെൻ്റലി പ്രശ്നം വരികയാണ്. നമ്മുടെ ഒരു കണ്ടീഷൻ വീണ്ടും മോശമാവുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ഓക്കെ, നമ്മളോടൊരു സമാധാനത്തിൽ നിങ്ങൾക്കിത് പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, പേടിക്കാനുള്ള പ്രശ്നമല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്കൊരു സമാധാനം ഉണ്ട് കേൾക്കുമ്പോൾ. ഇത് എനിക്ക് എന്തെങ്കിലും തിരിച്ച് ചോദിക്കാൻ തന്നെ എനിക്ക് പേടിയായി പോയി കേട്ടോ. എന്നാ ചെയ്യണ്ടേ, എങ്ങനെ ചോദിക്കണ്ടേ, ഈ മനുഷ്യനോട് ചോദിക്കാൻ പറ്റുമോ, ചോദിച്ചാൽ എങ്ങനെ പ്രതികരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം വൈകുന്നേരം 6 മണിയായി സമയം, അപ്പോൾ ഡോക്ടർ ഓപ്പി കഴിഞ്ഞ് പോകുമല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, എക്സ്റേ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് റിപ്പോർട്ട് എനിക്കറിയില്ലല്ലോ പുള്ളി പോയില്ലോ എന്ന്, നിങ്ങൾക്ക് വേണേ വരണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് സംസാരിച്ചത്. വളരെ മോശമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി മോശമായിട്ട് കേട്ടോ. അങ്ങനത്തെ ഒരു സംസാര രീതിയായിരുന്നു. ഭയങ്കര വിഷമമായി. പിന്നെ ഞാൻ അവിടെ നിന്ന് എല്ലായിടത്തും ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അന്ന് ആ സമയത്ത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഏത് ഡോക്ടർ പറയണതാണ് കറക്റ്റെന്ന് എനിക്കറിയില്ല. പെരുമാറ്റം മോശമായിരുന്നെങ്കിലും ചിലപ്പോൾ ഈ പുള്ളി പറയണ പോലെ ഒന്നും ഇല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ലായിരുന്നു അന്നേരം. അതുകൊണ്ട് ഞാൻ കുറിച്ച് വീഡിയോസോ കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരെയും പോലെ നമുക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2 ദിവസമായിട്ട് ആ ഒരു കുഞ്ഞിൻ്റെ കാര്യം അത് കേൾക്കുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടാൽ അമ്മമാരെന്നല്ല, ഇത്തിരിയെങ്കിലും മനുഷ്യത്വം ബാക്കിയുള്ള ആരായാലും അത് കേട്ടാൽ കരഞ്ഞു പോകും. അതുപോലെ ക്രൂരമായിട്ടാണ് ആ കൊച്ചിനോട് പെരുമാറിയിരിക്കുന്നത്. 1.5 വയസ്സ് 17 മാസം എന്ന് പറയുമ്പം, അല്ലെ 1 വയസ്സും 7 മാസവും എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ പ്രായമുള്ളൂ, ആ കുഞ്ഞിൻ്റെ അണ്ണക്കുഞ്ഞിൻ്റെയൊക്കെ പ്രായം. അപ്പോൾ ആ കുഞ്ഞു കൊച്ച് അതിൻ്റെ 2 കൈയും ഒടിഞ്ഞൊക്കെ അത് ഇരിക്കുന്ന ആ ഫോട്ടോയൊക്കെ കാണുമ്പോൾ ആ കൊച്ചിൻ്റെ മുഖത്തുനിന്ന് നമുക്ക് വായിച്ചെടുക്കാം അത് എത്രത്തോളം മാനസിക വിഷമമാണ്. അതിന് മുഖത്തൊരു ചിരിയില്ല, അതിൻ്റെ മുഖത്തൊരു സന്തോഷമില്ല, ഒന്നുമില്ല. ഇവർ നമ്മുടെ പിള്ളേരെയൊക്കെ നോക്കുമ്പോൾ എപ്പോഴും ചിരിക്കലായിരിക്കും. പക്ഷെ എന്നാലും അതിൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള വിഷമം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനെ അറിയുന്നുണ്ടാവില്ല കൊച്ചിനെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്, അല്ലെ എന്നെ എന്തിനാണ് അടിക്കുന്നത്, എന്നെ എന്തിനാണ് ദ്രോഹിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലും ഉള്ള പ്രായവും അതിനില്ല. അപ്പം അതിനോട് എങ്ങനെ പെരുമാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ പിള്ളേരുടെയൊക്കെ ദേഹത്ത് ഒരു കുഞ്ഞു മുള്ളു കൊണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പോറൽ വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ ആ കൊച്ചിൻ്റെ ആ ഒരു വാർത്ത ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. ഇന്നും അതിന് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാം സ്വന്തം അമ്മയുടെ അറിവോടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ആ കൊച്ച് ഓർത്തിട്ടുണ്ടാവും പലപ്പോഴും, എന്നെ അമ്മ രക്ഷിക്കുമായിരിക്കും, അല്ലെ അമ്മ എന്നെ സംരക്ഷിക്കും എന്നുള്ളൊരു വിചാരം ആ കുഞ്ഞിനുണ്ടായിരുന്നായിരിക്കും. അല്ലെങ്കിൽ അത്രയൊന്നും ചിന്തിക്കാനുള്ള പ്രായവും ഇതില്ല അതിന്. എന്തോ ഭയങ്കര വിഷമമായി പോയി അത് കേട്ടപ്പോൾ. എന്തായാലും ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ഇത് തന്നെ അവർക്ക് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. ഒരു സാധാരണക്കാരെന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ആഗ്രഹം. അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഇനിയും ഒരുപാട് സംഭവിക്കും. അത് കാണുന്ന ആർക്കായാലും, കുഞ്ഞിൻ്റെ ഫോട്ടോ കാണുന്ന ആർക്കായാലും സങ്കടം വരും. അത്രമാത്രം ദ്രോഹം ആ കുഞ്ഞ് സഹിച്ചിട്ടുണ്ട്. എന്തുമാത്രമല്ലേ ആ കുഞ്ഞ് സഹിച്ച പെയിൻ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തത്രയും പെയിൻ സഹിച്ചു, പാവം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ ഒരു സന്തോഷ വാർത്ത എന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥയൊന്നുമല്ല. ഇന്നലെയാണ് ഒരു വിഷം അടിക്കുന്നു, ഇന്നലെയാണ് 1 മില്യൺ ആയത്. അപ്പം ഞാൻ ഇന്നലെ വീഡിയോ ചെയ്താലോ അല്ലെ പോസ്റ്റ് ഇട്ടാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ മുന്നേ നിൽക്കുമ്പോൾ നമുക്ക് മാത്രമായിട്ട് നമുക്ക് സന്തോഷിക്കാൻ നമുക്ക് തോന്നത്തില്ലല്ലേ. നമ്മുടെ മുന്നേ നടക്കുന്ന അതൊക്കെ കാണുമ്പം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നാളെ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ആവുട്ടിയെ കാണിക്കാം. അപ്പോൾ ഇതിൽ തന്നെ കാണിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ആ കുഞ്ഞിനെ ഓർക്കാനായിട്ട് അച്ഛവിടെ ഉണ്ണി വാവോ പാട്ട് പാടുന്നത് എനിക്കിവിടെ കേൾക്കാട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവളെ കാണിക്കാത്തത്. ഞാനിപ്പോൾ ഫോണായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഉറക്കം പോയാൽ പിന്നെ ആശാത്തി ഉറങ്ങില്ല. ഇനി ഉറങ്ങണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അത് കാരണം അവൾ ഉറങ്ങട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പോലും നമ്മൾ പിള്ളേരെ ഡിസ്റ്റർബ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. അവർ മാക്സിമം കംഫർട്ടായിട്ടിരിക്കണം. അവൾ ഉറങ്ങുന്ന സമയം അവൾക്ക് മാക്സിമം ഇത് കൊടുക്കുക, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു ഇതാണല്ലോ ഞാനെന്നല്ല എല്ലാവരും. അപ്പം എന്താ പറയുക, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നാളെ ഒരു വീഡിയോയിൽ അവളെയും കൂടി കാണിക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ചെറിയ സന്തോഷവും എല്ലാം നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾ ഫാമിലിയിലുള്ളവരോട് ചെറിയ രീതിയിലൊന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അറിയിച്ചു. ഈ ഒരു 1 മില്യണിലേക്ക് എത്താൻ നമ്മളെ സഹായിച്ച, നമ്മളെ സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിന്ന നിങ്ങളെല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഒരുപാട് സ്നേഹം. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഉണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്. എൻ്റെ വാക്കുകളിൽ ചിലപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നില്ലായിരിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളോടുള്ള ഒരു നന്ദി എന്നും ഉണ്ടാവും കേട്ടോ.
അപ്പം ഇനി ഇടയ്ക്കൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഇതുപോലെ ഹോസ്പിറ്റലിൽ കേസും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മളും ഇങ്ങനെ നടക്കുന്നത്. അപ്പം സ്ഥിരമായിട്ട് അങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വീഡിയോ ഒന്നും ഇടാത്തത്. 100 പേരെ കണ്ടുള്ളതിലും എനിക്കതൊരു വിഷയമല്ല. 1000 പേരെ കണ്ടുള്ളതിലും സന്തോഷം. 1000 പേര് കണ്ട സന്തോഷം, 100 പേര് കണ്ടാലും സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പം ഇതൊന്ന് ജസ്റ്റ് പറയണമെന്ന് തോന്നി. ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മീൻ കരിയുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ മീൻ വറുക്കാൻ വേണ്ടി അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മണം എനിക്കിവിടെ തട്ടി, കരിഞ്ഞു പോകണം മണം. അപ്പോൾ അത് നിർത്താൻ വേണ്ടി ഞാൻ പോയതായിരുന്നു. അപ്പം എന്താ പറയുക, ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളെ പറയാനുണ്ടായിരുന്നുള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷേ ഞാനതൊക്കെ വിട്ടുപോയി. ഞാൻ ചുമ്മാ ഇരുന്നപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് നിങ്ങളെല്ലാവരും, അതായത് വല്ലപ്പോഴൊക്കെ കമൻസൊക്കെ ഇടുക. കാരണം എല്ലാവരും നമ്മൾ നേരത്തെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കമൻസൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇടാതെ വന്നതോടുകൂടി ആരുമായിട്ടും അങ്ങനെയുള്ളൊരു കോണ്ടാക്റ്റ് ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യുക, മാക്സിമം പറ്റുന്ന പോലെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തരുന്ന സപ്പോർട്ട് തന്നെ ധാരാളമാണ്. നമ്മൾ ആഗ്രഹിച്ചതിൽ കൂടുതൽ നിങ്ങൾ തന്നു. പക്ഷേ ഇനിയും എന്നാലും വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.